ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. ഒരു മനുഷ്യന് അവന്റെ വിരൽത്തുമ്പിലുണ്ടാകുന്ന ചലനം തലച്ചോറിലെത്താനെടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം കണ്ടുപിടിക്കുക. ഇതായിരുന്നു പഠന വിഷയം. 11 സയന്റിസ്റ്റുകൾ 43 ദിവസമെടുത്ത് 23 പരീക്ഷണങ്ങളിൽ കണ്ടെത്തിയ റിസൾട്ട് ഇതായിരുന്നു. വിരൽത്തുമ്പിലുണ്ടാകുന്ന ചലനങ്ങൾ നാഡീകോശങ്ങളിലൂടെ തലച്ചോറിലെത്തി റിയാക്ട് ചെയ്യാൻ മനുഷ്യന് 27 മില്ലി സെക്കൻഡ് ആവശ്യമാണ്. ശരാശരി ഒരു മനുഷ്യന് 120 മില്ലി സെക്കൻഡ് കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. കാംബ്രിഡ്ജ് ഈ റിസൾട്ടിന് മാറ്റമില്ലെന്ന് ഉറപ്പു പറഞ്ഞ് റിസർച്ച് അവസാനിപ്പിച്ചു. ഒരു 3 കൊല്ലങ്ങൾക്ക് ശേഷം കാംബ്രിഡ്ജിന്റെ പരീക്ഷണം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്ത് വന്നു. കാര്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് താരത്തിന് ബാറ്റ്സ്മാനെ തൊട്ടുരുമ്പിയെത്തുന്ന പന്തിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുവാനും ആത്മവിശ്വാസത്തിൽ ക്രീസിന്റെ അതിരുകൾ ഭേദിക്കുന്ന ബാറ്റ്സ്മാനെ തിരികെ കൂടാരത്തിലേക്ക് അയക്കാനും 80 മില്ലി സെക്കൻഡ് മാത്രം മതി. അദ്ദേഹത്തിന്റെ പേരാണ് മഹേന്ദ്ര സിംഗ് ധോണി.